ഹായ് ഓൾ വെൽക്കം ടു എൻലൈൻ അക്കാഡമി. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടകയിൽ മാസ്റ്റേഴ്സ് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ നമുക്കറിയാം സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ CUET എക്സാം എഴുതണം എന്നുള്ളത്. അപ്പോൾ PGക്ക് അഡ്മിഷൻ എടുക്കുമ്പോൾ CUET PG 2026 എക്സാം എഴുതി ഒരു സ്കോർ കാർഡുള്ള കുട്ടിക്കാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടകയിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റുക. സോ ആ ഒരു പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ഓൺലൈൻ രജിസ്ട്രേഷൻ ലിങ്ക് ഫോർ PG അഡ്മിഷൻ 2026-27 എന്നുള്ളത്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഇൻസ്ട്രക്ഷൻ ഫോർ അഡ്മിഷൻ കാണിക്കുന്നുണ്ട്. അപ്പൊ അതിലെന്താണ് പറയുന്നത് എന്ന് നോക്കാം. ഓക്കെ, ഇപ്പൊ നമുക്കറിയാം അവിടെ ഓഫർ ചെയ്യുന്ന പ്രോഗ്രാംസിന്റെ ഒരു ലിസ്റ്റ് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിന്റെയൊക്കെ ക്വാളിഫയിങ് എക്സാം എന്ന് പറയുന്നത് CUET PG 2026 ആണ് എന്നുള്ളത്. അപ്പം മാസ്റ്റേഴ്സ് പ്രോഗ്രാമിൽ ആർട്സ് സബ്ജക്റ്റ് നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ്, ഹിന്ദി, കന്നഡ, ലിംഗ്വിസ്റ്റിക്സ്, എക്കണോമിക്സ് പോലത്തെ കോഴ്സുകൾ അവർ ഓഫർ ചെയ്യുന്നുണ്ട്. അതല്ലാതെ സയൻസ് സബ്ജക്റ്റ് വരുന്ന സമയത്ത് സൈക്കോളജി, ജിയോഗ്രഫി, ജിയോളജി, മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ സുവോളജി, ബോട്ടണി, ജനറ്റിക്സ് ആൻഡ് ജീനോമിക്സ് പോലത്തെ കോഴ്സുകൾ അവർ ഓഫർ ചെയ്യുന്നുണ്ട്. ഇതല്ലാതെ MCA, MBA, MSW പോലത്തെ കോഴ്സുകളും അവർ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കർണാടക യൂണിവേഴ്സിറ്റിയിൽ വന്നിട്ട് നിങ്ങൾ ഏത് കോഴ്സിനാണ് പഠിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നിങ്ങൾ ആദ്യമായിട്ട് എന്ത് ചെയ്യേണ്ടത്, ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു പെർട്ടിക്കുലർ കോഴ്സ് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഇതല്ലാതെ ഇതിപ്പോൾ 2 ഇയേഴ്സ് പ്രോഗ്രാം ആണ്. 1 ഇയർ പ്രോഗ്രാമിനും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. 1 ഇയർ പ്രോഗ്രാം ആവുന്ന സമയത്ത് അവിടെ ഓർക്കുക, നിങ്ങളുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ അവിടെ എന്തായിരിക്കും, അവിടെ 4 ഇയർ ബാച്ചിലേഴ്സ് കംപ്ലീറ്റഡ് ആയിരിക്കണം എന്നുള്ളതാണ്. സോ ഇത് 1 ഇയർ പ്രോഗ്രാം ആണ് എന്നുള്ളതും അവർ ഏതൊക്കെയാണ് പ്രോഗ്രാംസ് ഓഫർ ചെയ്യുന്നത് എന്നുള്ളതിന്റെ ലിസ്റ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. മൂവിങ് ടു ദ നെക്സ്റ്റ്, നമുക്കറിയാം PG പ്രോഗ്രാംസ് എന്ന് പറയുമ്പോൾ അവിടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടകയുടെ സൈറ്റിൽ കയറി നമ്മൾ രജിസ്റ്റർ ചെയ്യണം. ആ ഒരു പോർട്ടൽ എന്ന് പറയുന്നത് സമർത്ഥ് പോർട്ടലാണ്. അതിന്റെ ലിങ്ക് ആണ് ഇവിടെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതേപോലെ നമ്മളോട് പറയുന്നുണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, CUET എക്സാം, അതേപോലെ ചില കോഴ്സുകൾക്ക് ഗേറ്റ് എക്സാം നിങ്ങൾ ക്വാളിഫൈ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റുമെന്നുള്ളതും. ഇപ്പം ബാച്ചിലേഴ്സ് ഡിഗ്രിയിൽ നിങ്ങൾക്ക് 55% ആണ് എന്ത് വേണ്ടത്, എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് ചില കോഴ്സുകൾക്ക് അവർ പറയുന്നത്, അവർ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. അപ്പൊ അങ്ങനത്തെ എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യണം എന്നും അവർ ഇവിടെ സ്പെഷ്യൽ ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ഇനി നിങ്ങളത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പൊ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഫീസ് അവർ വാങ്ങുന്നുണ്ട്. ആപ്ലിക്കേഷൻ ഫീസിനെ കുറിച്ച് നോക്കുന്ന സമയത്ത് കാറ്റഗറി വൈസ് ജനറൽ, OBC, അതേപോലെ OBC എന്ന് പറയുമ്പോൾ NCL കാറ്റഗറി, പിന്നെ EWS ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 500 രൂപയാണ്, 500 റുപ്പീസ് ആണ് എന്തുള്ളത് നിങ്ങളുടെ രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറയുന്നത്. അത് നോൺ റീഫണ്ടബിൾ ആയിരിക്കും. SC ST PWD കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് 100 രൂപയാണ് അവിടുത്തെ രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അതേപോലെ ഈ രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറയുന്നത് നോൺ റീഫണ്ടബിൾ ആണ് എന്നുള്ള കാര്യം കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്കുകയാണ്, നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റ്സ് കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് ഓൾറെഡി നമുക്കറിയാം രജിസ്റ്റർ ചെയ്യാനുള്ള ടൈം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 22/5/2026 ഇത് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ന് വരെയാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10/6/2026 ഇതുവരെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. ഓക്കെ, അതിനുശേഷമായിരിക്കും നമ്മുടെ ഫസ്റ്റ് റൗണ്ട് ഓഫ് കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ആ കാര്യങ്ങളൊക്കെ പിന്നീട് സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും എന്നും പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഫീസ് കാര്യങ്ങളൊക്കെ അടയ്ക്കുന്നത് CUK സമർത്ഥ് പോർട്ടൽ ത്രൂ ആയിരിക്കും. കംപ്ലീറ്റ് ഓൺലൈൻ ഒരു പ്രൊസീജിയേഴ്സ് ആണ് ഉണ്ടാവുക എന്ന് പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മളോട് പറയുന്നത്, ഇപ്പം ഫോർ എക്സാമ്പിൾ MBA പോലത്തെ പ്രോഗ്രാംസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനോ ഒരു പേഴ്സണൽ ഇന്ററാക്ഷനോ അവരെന്ത് ചെയ്യുന്നുണ്ട്, വെക്കുന്നുണ്ട് എന്നുള്ളതും, ഒരു എൻട്രൻസ് ടെസ്റ്റ് പോലെ CUET എക്സാം ആണ് കൺസിഡർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ MBA സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. അല്ലാത്ത ആളുകൾക്കൊക്കെ നോർമൽ ആയിട്ടുള്ള ഒരു സിസ്റ്റം ആയിരിക്കും ഉണ്ടാവുക. ഇനി നിങ്ങൾ ഏതെങ്കിലും ഒരു കാറ്റഗറിയിലുള്ള ആളുകളാണെങ്കിൽ, ഇപ്പോൾ SC ST OBC കാറ്റഗറി ഒക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, നിങ്ങളുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഫോർമാറ്റ്, അതായത് ഒരു കോമ്പിറ്റന്റ് അതോറിറ്റിയിൽ നിന്ന് സൈൻഡ് ആയിട്ടുള്ളതായിരിക്കണം നിങ്ങൾ വെക്കേണ്ടത്. ഓൾറെഡി എല്ലാവർക്കും ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു, കാരണം CUETയുടെ സമയത്ത് നിങ്ങൾ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ OBC സർട്ടിഫിക്കറ്റിന്റെ കേസിൽ 8 ലക്ഷത്തിൽ കൂടുതലാണ് നിങ്ങളുടെ ആനുവൽ ഇൻകം എങ്കിൽ നിങ്ങൾക്ക് OBC സർട്ടിഫിക്കറ്റ് അവിടെ തള്ളിപ്പോകാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ്.
ഓക്കെ. പിന്നെ നിങ്ങളോട് പറയുന്നുണ്ട് കുറച്ച് ഡോക്യുമെന്റ്സ് സ്കാൻഡ് കോപ്പീസ് എന്ത് ചെയ്യേണ്ടതുണ്ട്, അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ഫോർമാറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ JPG PDF ആ ഒരു ഫോർമാറ്റിലാണ് അവർ പറയുന്നത്. അപ്പോൾ അതിന്റെ ഫയൽ സൈസ് എന്ന് പറയുന്നത് മാക്സിമം 500 KB സൈസ് വേണം എന്നുള്ളതാണ്. അപ്പോൾ അതെന്തൊക്കെയാണ് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ഫോട്ടോ വേണം, അതേപോലെ 10th മാർക്ക് ഷീറ്റ് വേണ്ടതുണ്ട്, +2 മാർക്ക് ഷീറ്റ്, അതേപോലെ വാലിഡ് സർട്ടിഫിക്കറ്റ് ഫോർ DOB ഡേറ്റ് ഓഫ് ബർത്ത് കാണിക്കുന്നത്, അപ്പോൾ നിങ്ങളുടെ 10th വെച്ചാൽ മതിയാകും. അപ്പം മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഡോക്യുമെന്റ്സ് അവർ ചോദിക്കുന്നുണ്ട്. സോ ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഇതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ. ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളോട് മൈൻഡിൽ വെക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇടയ്ക്കിടയ്ക്ക് നമ്മളോട് സൈറ്റിൽ നോക്കാനൊക്കെ പറയുന്നുണ്ട്. സോ അതൊക്കെ നമ്മൾ ചെയ്യും. ഇനി നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ന്യൂ രജിസ്ട്രേഷൻ കൊടുക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, രജിസ്റ്റർ ചെയ്യാൻ പോവാണ്. അപ്പൊ നിങ്ങളുടെ ഓൾറെഡി CUET PG എക്സാം എഴുതിയ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ഇവിടെ ഫില്ല് ചെയ്യുക. പിന്നെ അതിനുശേഷം നിങ്ങളുടെ റോൾ നമ്പർ കൊടുക്കുക. പിന്നെ നിങ്ങളുടെ പേര്, അത് എന്താണോ നിങ്ങൾ CUET PGക്ക് കൊടുത്തത് അത് തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ അതിനുശേഷം നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സും മൊബൈൽ നമ്പറും കൊടുക്കാം. ഓക്കെ. നിങ്ങളോട് കൺസെന്റ് ചോദിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ അത് കൊടുത്തിട്ട് ക്യാപ്ചർ കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് 1 ടൈം രജിസ്ട്രേഷൻ ആണ് പോസിബിൾ ആയിട്ടുള്ളത്. അപ്പൊ ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ബാധിക്കും. സോ നിങ്ങൾ എന്ത് ചെയ്യാം, കറക്റ്റ് ആയിട്ട് എന്താണോ CUET PGക്ക് നിങ്ങൾ കൊടുത്തത് അത് തന്നെ ഇവിടെയും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നെ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോഗിൻ ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. ഓക്കെ. നമ്മൾ ലോഗിൻ ചെയ്യുന്നു. അപ്പൊ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സമർത്ഥ് പോർട്ടലിലേക്കാണ് നമ്മൾ ഡയറക്റ്റ് പോകുന്നത്. ഓക്കെ. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റിക്കും ഏകദേശം ഒരേ പ്രൊസീജിയേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അവർ എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമ്മളോട് പറയുന്നത് നിങ്ങൾക്ക് ഏത് പ്രോഗ്രാം ആണ് വേണ്ടത് എന്നുള്ളതാണ്. അപ്പം ഇപ്പം മാസ്റ്റേഴ്സ് ഓഫ് ആർട്സ്, അപ്പം ആർട്സ് സബ്ജക്ട് നമ്മൾ എടുത്തു, അതിൽ ഏത് പ്രോഗ്രാം ആണ് എന്നുള്ളത്. ഇപ്പൊ സോഷ്യോളജി ആണെങ്കിൽ സോഷ്യോളജി എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ആൻഡ് മോർ ദാൻ 1 നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങൾ കറക്റ്റ് കൊടുക്കാം. ഓക്കെ. അത് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മളോട് ചോദിക്കുന്നത് പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. അപ്പം ഓരോ യൂണിവേഴ്സിറ്റിക്കും ചെറിയ വ്യത്യാസം ഉണ്ടാകും, എങ്കിലും ഓൾമോസ്റ്റ് ഇത് സെയിം ആയിരിക്കും. അപ്പം നിങ്ങളുടെ പേര്, അതേപോലെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ ജെൻഡർ, പിന്നെ നിങ്ങളുടെ മെയിൽ ID, മൊബൈൽ നമ്പർ, ഇതൊക്കെ സെയിം ആയിട്ട് എപ്പോഴും സെയിം തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ കാറ്റഗറി, സർട്ടിഫിക്കറ്റ് നമ്പർ, ഈ സാധനങ്ങളൊക്കെ എക്സ്പയർഡ് ആയിട്ടില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഓക്കെ. ഇത് ഫില്ല് ചെയ്തതിന് ശേഷം പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ഡീറ്റെയിൽസ് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ അച്ഛൻ്റെ പേര്, അതേപോലെ അവരുടെ ക്വാളിഫിക്കേഷൻ, ഓക്യുപ്പേഷൻ, മൊബൈൽ നമ്പർ, ഇതൊക്കെ കറക്റ്റ് കൊടുക്കുക. നിങ്ങളോട് ഇൻകം ചോദിക്കുന്നുണ്ട്, അത് കറക്റ്റ് കൊടുക്കുക. പിന്നെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം കറക്റ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. കാരണം ഇനി ഇൻ കേസ് എന്തെങ്കിലും ഒരു റീഫണ്ട് വരുന്ന ഒരു സാഹചര്യം, നിങ്ങൾ ഓൾറെഡി അഡ്മിഷൻ എടുത്തു പക്ഷെ നിങ്ങൾ വിത്ഡ്രോ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ ഒരു കൊടുത്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും റീഫണ്ട് വരിക. സോ അത് കറക്റ്റ് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ അതർ കാറ്റഗറി ചോദിക്കുന്നുണ്ട്, അതായത് നിങ്ങൾ ഏതെങ്കിലും PWD പോലത്തെ കാറ്റഗറി ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ആണെങ്കിൽ അത് യെസ് അല്ലെങ്കിൽ നോ കൊടുക്കുക. പിന്നെ നമ്മളോട് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ചോദിക്കുന്നുണ്ട്. സോ നിങ്ങൾ ഓരോ കോഴ്സുകൾക്കും, അതായത് ഓരോ പ്രോഗ്രാം എടുക്കുമ്പോഴും അതിന്റെ ക്രൈറ്റീരിയക്ക് ചെറിയ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അത് നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങൾ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങളോട് 10th മുതൽ നിങ്ങളുടെ ഡിഗ്രി വരെയുള്ള സർട്ടിഫിക്കറ്റ്സ്, ഓക്കെ, അതിന്റെ ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. നിങ്ങൾ ഏത് ഇയറിലാണ് 10ാം ക്ലാസ് പാസ്സായിട്ടുള്ളത്, നിങ്ങൾക്ക് എത്രയായിരുന്നു മാർക്ക് ഉണ്ടായിരുന്നത്, ഏത് കോളേജിൽ നിന്നാണ്, അതേപോലെ ഏത് യൂണിവേഴ്സിറ്റിയിലെ ബോർഡ് എക്സാം ആയിരുന്നു നിങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നത് എന്നുള്ള തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ അതൊക്കെ ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കുക. പിന്നെ അതിനുശേഷം നിങ്ങളോട് +2 ചോദിക്കും. ഓക്കെ. +2 ഡീറ്റെയിൽസ് കൊടുക്കുക. +2യുടെ സബ്ജക്ട്, ടോട്ടൽ മാർക്ക്, ഒബ്റ്റൈൻഡ് മാർക്ക് കൊടുക്കുക. പിന്നെ അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ ഗ്രാജുവേഷൻ, ഇപ്പോൾ ഗ്രാജുവേഷൻ പിന്നെ അപ്പിയർഡ് ആണെങ്കിൽ അപ്പിയർഡ് അല്ലെങ്കിൽ അപ്പിയറിംഗ് കൊടുക്കുക. നിങ്ങളുടെ ഏത് ഇയർ ഓഫ്, അതായത് ഗ്രാജുവേഷൻ ഇയർ ഓഫ് പാസ്ഡ് എക്സാമിനേഷൻ ചോദിക്കുന്നുണ്ട്, അത് 2026 ആയിരിക്കും. സോ അത് കൊടുക്കുക. എന്നിട്ട് അത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കുക. ഓക്കെ. യൂണിവേഴ്സിറ്റി ഏതാണ്, കോളേജ്, അതേപോലെ ബോർഡ് ഏതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, അപ്പൊ നിങ്ങളുടെ അക്കാഡമിക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തത് കറക്റ്റ് ആണ് എന്നുള്ളത് വെരിഫൈ ചെയ്യാം. ഓക്കെ. ഇനി നമ്മളോട് അപ്ലോഡ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. അപ്ലോഡ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഫോട്ടോ, അതേപോലെ നിങ്ങളുടെ സിഗ്നേച്ചർ, മാർക്ക് ഷീറ്റ്, സർട്ടിഫിക്കറ്റ്സ് ഒക്കെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ആ ഒരു ഫോർമാറ്റ് എപ്പോഴും മനസ്സിൽ കീപ്പ് ചെയ്യുക. ഓക്കെ. ആ ഒരു ഫോർമാറ്റിൽ നിങ്ങൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാനായിട്ട് പോവുക. ഇവിടെ നിങ്ങളോട് ആ ഒരു ഫോർമാറ്റ് കീപ്പ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് വരും, ഒരു പ്രിവ്യൂ വരും. ഓക്കെ. ഒരു പ്രിവ്യൂ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോ, അതേപോലെ നിങ്ങളുടെ പേര്, കാര്യങ്ങളും
നിങ്ങൾ കൊടുത്തിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവിടെ ഫില്ല് ചെയ്ത് വന്നിട്ടുണ്ട്. അതൊന്നും കൂടെ ക്രോസ് ചെക്ക് ചെയ്യുക കറക്റ്റ് ആണോ കൊടുത്തിട്ടുള്ളത് എന്ന്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പേയ്മെന്റ് നടത്താനായിട്ട് പറ്റുമെന്നുള്ളതാണ്. ഓക്കെ, പേയ്മെന്റ് നടത്തുന്നതിന് മുമ്പായിട്ട് ഡിക്ലറേഷൻ ചോദിക്കുന്നുണ്ട്. ഈ കൊടുത്ത സാധനങ്ങളൊക്കെ കൺഫർമേഷൻ ആണ് ചോദിക്കുന്നത്. ക്ലിക്ക് ചെയ്ത് പോയിട്ട് എന്ത് ചെയ്യുക, കൺഫേം ചെയ്യണം കേട്ടോ. കൺഫേം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടുത്ത ഒരു സ്റ്റേജിലേക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റും, അതായത് പേയ്മെന്റ്. ഓക്കെ, അങ്ങനെ നിങ്ങൾ പേയ്മെന്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്തു, ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ കയ്യിൽ ആ ഒരു അതിന് പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക എന്നുള്ളതാണ്. സോ അത്രയുമാണ് നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടകയുടെ ആപ്ലിക്കേഷനെ കുറിച്ച് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കമന്റ് സെക്ഷനിൽ ചോദിക്കാനായിട്ട് പറ്റും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട്. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.